വാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവർ, വ്യാജത്തിന് മനസ്സിലാക്കാതെയും കളസത്തിൽ ചെയ്യാതെയും ഇരിക്കുന്നു. അവൻ യഹോവയോട് അനുഗ്രഹം, തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതായുള്ള കഥകളെ ഉയർന്നിരിക്കും. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിക്കും. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് സൈന്യങ്ങളുടെ യഹോവ തന്നെ. അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗപിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, ഈ പകല് ഞങ്ങൾ ഈ ദൈവാലയത്തിൻ്റെ മുഖത്തേക്ക് ഞങ്ങൾക്ക് അതിൻ്റെ പൂമുഖത്ത് നിൽപ്പാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതനുസരിച്ച് അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചു. ഇവിടെ സ്ഥലം വാങ്ങിക്കാനും ഒരു ഭവനം പണിയാനും അതോടൊപ്പം തന്നെ ഒരാലയം പണിയാനും ദൈവം അവരെ സഹായിച്ചു. ശലോമോനെ കൊണ്ട് ഒരാലയം പണിയിച്ച ദൈവം കർത്താവെ, അതെത്ര മനോഹരമായി ഉചിതമായും ശലോമോൻ ചെയ്തു. ദൈവം അതിൽ പ്രസാദിച്ചു. ദൈവമേ, സജീവമാറും കുടുംബവും ദൈവം അവർക്ക് കൊടുത്ത ദർശനമനുസരിച്ച് ഈ ആലയം പണിഞ്ഞു. അതിൻ്റെ പണിയുടെ തുടക്കം മുതൽ ഈ സമയം വരെ ദൈവാനുഗ്രഹം അവരോട് കൂടെയിരുന്നു. കർത്താവെ, ഈ ആലയം എന്നേക്കും ഒരു അനുഗ്രഹിക്കപ്പെട്ട ആലയമായി ദൈവമേ, ഇതിൻ്റെ വാതിലിൽ കൂടെ ദൈവത്തിന് ഹിതമല്ലാത്ത ആരും ഇതിനകത്ത് കടക്കുവാൻ അനുവദിക്കരുത്. കർത്താവിൻ്റെ ദൂതന്മാർ ഇതിൻ്റെ വാതിലുകളിൽ കൂടെ അകത്ത് പ്രവേശിക്കുകയും പുറത്തു പോവുകയും ദൈവമേ, ഇവിടെ വരുന്നവരെ അനുഗ്രഹിക്കുകയും അങ്ങനെ ദാവീദ് യാക്കോബ് കണ്ട ആ ബഥേലിലെ ഗോവേണി പോലെ സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ഒരു അഭിഷേകമുള്ള ആലയമായി തന്നെ ദൈവമേ ഇത് നിലകൊള്ളുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് വരുന്നവരെല്ലാം രക്ഷയുടെ അനുഭവം, അനേകർ ഇതിൻ്റെ അകത്ത് വന്ന് രക്ഷിക്കപ്പെട്ട് അനേകർ സ്നാനപ്പെട്ട് ദൈവമേ, ഈ ദേശത്ത് ഈ ഒരു സഭാകൂളിൽ മുഖാന്തരം അനേകർ യേശുവിനെ കാണുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിൽക്കുന്ന ഞങ്ങളെ പേരുപേരായിട്ട് അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങൾക്കെല്ലാം ഞാനൊരു അനുഗ്രഹമായി ഈ ദേശത്തിനൊരു അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശലോമോന്റെ ദേവാലയത്തിൽ ഇറങ്ങി വന്ന ദൈവതേജസ് കൊണ്ട് അത് പുരോഹിതന്മാർക്ക് നിന്ന് ശുശ്രൂഷിപ്പാൻ കഴിയാതെ പോയി എന്ന് ഞങ്ങൾ വായിക്കുന്നത് പോലെ ഇതിനകത്ത് നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ കർത്താവിൻ്റെ തേജസ്സിനാൽ എല്ലാവരും നിറയപ്പെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പുതിയ നിയമസഭയെക്കുറിച്ച് ഞങ്ങൾക്ക് ദൈവം തന്ന വെളിപ്പാടിനായി സ്തോത്രം. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കയില്ലെന്ന് തിരുവഴുത്തി ഞങ്ങൾ വായിക്കുന്നത് പോലെ കർത്താവെ, ഈ ആലയം അതിൻ്റെതായ നിലനിൽപ്പും കർത്താവിൻ്റെ വരവുകളെ അനേകർക്ക് വന്ന് ആരാധിപ്പാൻ ദൈവം ഇതിനെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളിപ്പോൾ ഇത് തുറന്നു കൊടുക്കുന്നു. ദൈവം ഇതിൻ്റെ മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ കേൾക്കണം സ്വർഗ്ഗപിതാവേ. ആമേൻ. നമുക്കൊരു പാട്ടിൻ്റെ അടികൾ പാടി നമുക്ക് ആലയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. എല്ലാവരും പാടിക്കൊണ്ട് വരിക. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരേ. നമ്മളെ സുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളെ സുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. പാപം ശാപം സകലവും നീർപ്പാൻ അവതരിച്ചിനായി. പാപം ശാപം സകലവും നീർപ്പാൻ അവതരിച്ചിനായി. ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനായി
യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen.